വീട്ടിൽ പാലാരിവട്ടം സ്റ്റേഷനിൽ പോകുന്നുണ്ട്. അവരപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നം നിങ്ങളായിട്ട് തന്നെ തീർക്കണം എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ എലിസബത്ത് ഇന്നലെ അവരുടെ യൂട്യൂബ് ചാനലിൽ വൈകുന്നേരം ഇട്ട വീഡിയോയിൽ പറയുന്നത് പോലെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസിന് മാധ്യമ ധർമ്മം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയില്ല. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഇന്നലെ ആക്ടർ പാലയുടെ പ്രിയ പത്നിയും കൂടെ എലിസബത്തിനെതിരെ പോലീസ് മേധാവിയുടെ അടുക്കൽ ചെന്ന് കേസ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ മൈക്കും കോളാമ്പിയും കൊണ്ട് പുള്ളിയുടെ ഫ്രണ്ടിൽ ചെന്ന് പുള്ളി പറയുന്നത് എന്തൊക്കെയാണോ അതൊക്കെ വാതൊടാതെ വിഴുങ്ങി നാട്ടുകാരെ ലൈവായിട്ട് അങ്ങ് കാണിക്കത്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ കാണിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞതിനകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാമായിരുന്നോ അതൊക്കെ നിങ്ങൾ തിരിച്ചു ചോദിച്ചേനെ. ചോദ്യങ്ങൾ, ആ ഒരു ചോദ്യം പോലും ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകനും ബാലയോടോ ബാലയുടെ ഭാര്യയോടോ ചോദിക്കുന്നത് നമ്മൾ ആരും കണ്ടില്ല. അതെല്ലാം പോട്ടെ, ഇനിയിപ്പം എനിക്ക് തോന്നുന്നു മനോരമ ഓൺലൈനിൽ മാത്രമാണ് ഈ ഡോക്ടർ എലിസബത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പാലക്കെതിരെ പല വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകെ മനോരമ ഓൺലൈനിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ മാത്രമാണ് 1-2 പോസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അതല്ലാതെ ഒരൊറ്റ ചാനലിൽ എലിസബത്ത് ഇടുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരൊറ്റ ചാനൽ പോലും ആ ഒരു ന്യൂസ് ടേക്ക് ഓവർ ചെയ്ത് മുന്നോട്ട് വന്നിട്ടില്ല. ചിലപ്പം ഇപ്പൊ കുറെ പേര് പറയുമായിരിക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ പറയുമായിരിക്കും, എലിസബത്ത് കേസ് കൊടുത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്തോട്ട് തലയിടാഞ്ഞെന്നുള്ളത്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ, എലിസബത്ത് കേസ് കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾ തലയിട്ടില്ല. പക്ഷേ അമൃത എന്ന് പറയുന്ന ഗായിക, എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ്, ഈ 1 മാസം ആയെന്ന് തോന്നുന്നില്ല, നമ്മുടെ അമൃതയുടെയും അതുപോലെ തന്നെ പാലയുടെയും മകളായ പാപ്പുവിന്റെ പേരിൽ പാല ഇട്ടിരുന്ന കുറച്ച് കാശി പാലയെണ്ണ മുക്കി അതിന്റെ പേരും പറഞ്ഞ് അമൃത ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നത് റിപ്പോർട്ടർ ചാനലിലാണ്. റിപ്പോർട്ടർ ചാനലിൽ വേറെ ഒരൊറ്റ ചാനലിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പോലും വന്ന് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാ കൊടുക്കാഞ്ഞത്? എന്തുകൊണ്ടാ നിങ്ങൾ ആ ഒരു വാർത്ത ടേക്ക് ഓവർ ചെയ്യാഞ്ഞത്? പേടിച്ചു പോയോ? പാലയണ്ണന്റെ മണി പവറിനെയും മസിൽ പവറിനെയും ഒക്കെ പേടിച്ചിട്ടാണോ? അല്ല, അറിയാൻ പാടില്ല. അവൻ എന്തും കാണിക്കാം, ഇവിടെ എന്തും വിളിച്ചു പറയാം. ബാക്കി എല്ലാരും മിണ്ടാതിരുന്ന് കേട്ടോണം. ആരെങ്കിലും അവനെതിരെ ശബ്ദിച്ചാൽ അവരുടെ വാങ്ങ് മൂടിക്കെട്ടണം. അതാണ് മിസ്റ്റർ പാലയുടെ ഒരു പോക്ക്. അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ പണി വരും, ഉറപ്പായിട്ട് പണി വരും. നമ്മൾ ആ പുള്ളിക്കെതിരെ മിണ്ടരുത്, പുള്ളിയെ എടുത്ത് തലയെ വെച്ചോണ്ടങ്ങ് നടക്കണം. അങ്ങനെയാണെങ്കിൽ പുള്ളി ഹാപ്പി. ഇവിടെ കുറെ പേർക്ക് മറ്റേ ചാരിറ്റി ചെയ്ത് മണ്ടന്മാരാക്കുന്നുണ്ടല്ലോ, എന്നിട്ട് വിളിച്ചു കൂവി നടക്കുകയും ചെയ്യും. അത്രയ്ക്കും സുന്ദരനാ. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ പോട്ടെ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഈ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി അവരിങ്ങനെ തുരുതുര സീരീസ് പോലെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തൊക്കെ അവർ പ്രോപ്പറായിട്ട് പറയുന്നതൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെ. കൂടുതൽ തെളിവുകളൊന്നും അവരിതിനായിട്ട് നമ്മളെ കാണിക്കുന്നില്ല. അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം അവൾ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷെ എല്ലാം എനിക്ക് എല്ലാ വീഡിയോയും കാണുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതിനാണല്ലോ ഇപ്പൊ പറയുന്നത്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നേ ഉള്ളൂ, എല്ലാം സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്, ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ആവശ്യമില്ല. 2-3 വീഡിയോ ഇട്ട് പ്രോപ്പറായിട്ട് കേസ് കൊടുത്ത് അങ്ങനെ മൂവ് ചെയ്യണമായിരുന്നു. പക്ഷെ അതിനും എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എലിസബത്ത് കേസ് കൊടുത്താലും അത് തേഞ്ഞു മാഞ്ഞു പോത്തേ ഉള്ളൂ. അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുമെന്ന് എലിസബത്തിനൊരു വിശ്വാസമില്ല. ഇപ്പൊ നമുക്ക് വിശ്വാസമില്ലത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വരെ എലിസബത്ത് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇടുന്നതിനകത്ത്, ഞാൻ അതാ പറഞ്ഞു വന്നത്, സീരിയസ് ആയിട്ട് ഇടുന്നതിനകത്ത് എനിക്കൊരു യോജിപ്പില്ലായിരുന്നു. എന്തിനിങ്ങനെ എന്നൊരു അവർക്ക് വേണ്ടിയാണ് ഞാനും വീഡിയോ, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു ചോദ്യം എന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു, എന്തിനിങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നലെ ഈ പാല എന്ന് പറയുന്ന സുന്ദരകില്ലാടി കേസ് കൊടുത്തതിന് ശേഷവും 3 വീഡിയോകൾ എലിസബത്ത് ഇട്ടിട്ടുണ്ട്. അതിന് ആ ഒരു പേടിയില്ലാതെ അവനെതിരെ അടിക്കണമെന്നുള്ള മൂടി നിൽക്കുന്ന ആ ഒരു ധൈര്യത്തിന് ഒരു ക്ലാപ്പ് ഞാൻ കൊടുക്കും. ഓക്കെ, ഇനി എലിസബത്ത് ഇന്നലെ ഇട്ട വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇന്ന് മെന്റലി അൺസ്റ്റേബിൾ ആണ് എന്ന് അവർ പലതവണ പറയുന്നുണ്ട്. ഇന്റർവ്യൂവിൽ ഞാൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ട്, അതും അവർ 15 വർഷമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തെളിവ് ചോദിച്ചു, അതിന് തെളിവില്ല. മെന്റലി അൺസ്റ്റേബിൾ, ഒരു സൈക്കാട്രിക് മെഡിക്കേഷൻ കഴിക്കണ ഒരാളിനെ ഈ രീതിയിൽ പറയാൻ പറ്റുമോ? ഈ രീതിയിൽ അധിക്ഷേപിക്കണ പോലെയും അതുപോലെ തന്നെ ഇങ്ങനത്തെ വേർഡുകൾ ഉപയോഗിച്ചിട്ട് അവരെ വീണ്ടും മോശ രീതിയിലേക്ക് പോണതൊക്കെ ശരിയാണോ? അതൊക്കെ കേട്ടിട്ട് മീഡിയ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, സത്യമാണ്. അല്ലാതെ ഒന്നും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ ആണെങ്കിൽ പോലും പാല കേസ് കൊടുത്തപ്പോൾ ഓടിച്ചെന്നു, എല്ലാ ചാനലും ഉണ്ടായിരുന്നു അവിടെ, എല്ലാ ചാനലിലും വന്നിട്ടുണ്ട് ആ ഒരു ബൈറ്റും കാര്യങ്ങളും ഒക്കെ. മനസ്സിലായില്ലേ?
എലിസബത്ത് ഇത് കേസ് കൊടുത്താലോ എന്തിന്? മുൻ ഭാര്യ തന്നെ ആ കൊച്ചു കുഞ്ഞിന്റെ കേസിൽ വെച്ച് അമൃത ഒരു കേസ് കൊടുത്തിട്ട് പോലും ആകെ ഒരു ചാനലാണ് ചെന്നത്. നമ്മുടെ സിസ്റ്റത്തിന് എന്താ പറ്റിയത്? എനിക്കത് മനസ്സിലാവത്തെ എന്താ പറ്റിയത്? നാട്ടുകാർ എലിസബത്തിന്റെ കൂടെ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എലിസബത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവർ കേസ് കൊടുക്കാത്തതുകൊണ്ട്. അതായിരിക്കും ഇപ്പൊ അവര് പറയുന്നത്. കേസ് കൊടുത്ത ഒരാളുണ്ട്, മുൻ ഭാര്യ. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നില്ല? ഇനി അതെല്ലാം പോട്ടെ, ഈ എലിസബത്ത് മെന്റലി മറ്റേ ഇതാണ്, അവരെന്താണ് പല കഥകൾ പറയുന്നുണ്ട്, പല കഥകൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു എന്ന് വെച്ച് മെന്റലി അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെന്നല്ല, അല്ലെങ്കിൽ ഉണ്ട് എന്നല്ല. അത് ആദ്യമേ മിസ്റ്റർ പാലയൊക്കെ ഇന്നലെ അവിടെ നിന്ന് പറയുന്നതൊക്കെ അങ്ങനെയാണ്. അവർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, അവർ ഇങ്ങനെ പ്രശ്നമുണ്ട്, അവർ ആകെ കഴിക്കുന്നത് അവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് കാണിക്കൂ. ഇത് പല കാര്യങ്ങൾ എലിസബത്ത് ചോദിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയാസ് വഴി തന്നെ. ഓൺലൈൻ മീഡിയാസ് ഇൻ ദ സെൻസ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി തന്നെ, യൂട്യൂബ് വഴി തന്നെ അവർ ചോദിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ പറയുന്നു, തെളിവ് കാണിക്കൂ എന്നവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ തെളിവ് കാണിക്കാനൊന്നും പാലയുടെ ഇല്ല. പാലയുടെ ഉള്ളത് പിന്നെയും കുറെ കഥകളാണ്. പാലയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് മരുന്ന് കഴിക്കുകയാണ്, എനിക്ക് വയ്യ, ഇങ്ങനെയുള്ള കുറെ കഥകള്. പിന്നെ ചാരിറ്റി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഇവര് പറയാനുള്ളത്. ഞാൻ ഇന്നലെ നമ്മുടെ പാലച്ചേട്ടൻ ഈ ഒരു ഓൺലൈൻ മീഡിയയ്ക്കും അതുപോലെ തന്നെ മെയിൻ സ്ട്രീം ചാനൽസിനും ഒക്കെ കൊടുക്കുന്ന ബൈറ്റുകൾ കണ്ടതിന് ശേഷമാണ് ആ ഒരു വീഡിയോ, ആ ഒരു പോർഷൻസ് ഒക്കെ എടുത്ത് വീഡിയോ ചെയ്തത്. അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ എലിസബത്ത് ഇങ്ങനെ ഒരു തെളിവ് അങ്ങോട്ടിട്ട് പൊട്ടിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലിസബത്തിന്റെ ഇനിയും തെളിവുകളുണ്ട്. പാലയുടെ ഇതുപോലുള്ള പല വോയിസുകളും കാണും. രാത്രി പലവന്മാരെയും കൊണ്ട് റൂമിൽ കയറിയതിന്റെ ഒക്കെ ഇന്നലെ ഇതുവരെ എലിസബത്ത് ഒന്നും എടുത്ത് പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. ഇന്നലെ എലിസബത്തിനെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളെ വെച്ചോണ്ടൊരു കളി കളിച്ചപ്പോഴത്തേക്ക് എലിസബത്ത് ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് പൊട്ടിച്ചു. ഇതുപോലെ ഇനിയും പൊട്ടിക്കാനുള്ളതെല്ലാം എലിസബത്ത് അങ്ങോട്ട് പൊട്ടിക്കണം. അല്ലാതെ വന്നിരുന്ന് സെയിം കഥകൾ പറയാതെ ഈ തെളിവുകളെല്ലാം നിങ്ങളെടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ അധികം വൈകാതെ ഇവൻ പെടും. എത്രയാണെന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഒളിഞ്ഞും മാറിയും ആൾക്കാരെ മറ്റേ കാശും കൊടുത്ത് പിടിച്ചു ചേർത്തു. ഇവിടെ ജനങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നിങ്ങൾ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടാണ് കിട്ടുന്നത് മിസ് എലിസബത്ത്. അതുപോലെ തന്നെ പാലയുടെ എന്തൊരു സാധനം കണ്ടാലും ആൾക്കാരോടെ പോയി തെറി പറയുന്നുണ്ട്. കാരണം ആളുകൾക്ക് മനസ്സിലായി ഇവന്റെ ഉടായ്പ്, ഇവന്റെ പിന്നെ ഈ ചാരിറ്റി വെച്ചുള്ള കളി. ഇനി ഇവനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത്, എടാ പോടാ, നിന്റെ നാട്ടിൽ പോടാ, നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാൻ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. ഇന്ത്യ നമ്മുടെ എല്ലാവരുടെയാണ്. നമുക്ക് ഈ ലോകം തന്നെ എന്തിനാണ് അവിടെ, അത് നിങ്ങളുടെ സ്ഥലം, ഇത് നിങ്ങളുടെ സ്ഥലം, അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവനെ പോലുള്ളവൻ ഒരു എന്താണ്, ഈ കൊറോണ വൈറസ് ഇല്ലേ, വൈറസാണ് ഇവൻ. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് പല ആളുകളെയും നശിപ്പിക്കും. അതുകൊണ്ടാണ് ഇവനോട് ഞാൻ ഇവിടുന്ന് പോകാൻ പറയുന്നത്. അല്ലാതെ വേറെ ഇവനോട് മറ്റേ നമ്മുടെ നാടാണ്, നമുക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ടല്ല. ഇവനൊരു വിഷമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഇവനോട്, ഇവന്റെ കൂടെയുള്ള ആളോട് ഇവിടുന്ന് പോകാൻ പറയുന്നത്. ബാക്കി മെന്റലി അൺസ്റ്റേബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു അക്ഷരം ചോദിക്കാനില്ല. ഇങ്ങനെ വിക്ടിംസിനൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ വിക്ടിംസിനല്ല, ആരായിക്കോട്ടെ, ഒരാൾ സൈക്കാട്രിക് മെഡിക്കേഷൻ കഴിക്കുന്നുണ്ടെങ്കിൽ അവരെ മെന്റലി അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ? അതിനെങ്ങാണ്ടും കുറച്ചും കൂടി നല്ല വേർഡുണ്ടോ എനിക്കറിയില്ല. പിന്നെ ഇയാൾക്ക് എങ്ങനെയാണ് ഞാൻ മെന്റലി അൺസ്റ്റേബിളാണെന്ന് കണ്ടത്? ഈ ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുമ്പോഴാണോ? അതാണോ മെന്റലി അൺസ്റ്റേബിൾ? ചില ആൾക്കാർ ഇടിക്കും അടിക്കും, ഞാൻ വയലൻസിൻ്റെ മാർഗം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നിയമത്തിൻ്റെ വഴിയിൽ വന്നു എന്ന് പറയണു. അപ്പം അതൊന്നും ഭീഷണിയല്ല. ഇടിക്കും അടിക്കുന്ന പബ്ലിക് മീഡിയയിൽ പ്രസ് മീറ്റ് പോലെ നിന്നിട്ട് പോലീസ് സ്റ്റേഷൻ, അതായത് കമ്മീഷണർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരാൾ ഭീഷണിപ്പെടുത്തണു, വയലൻസിൻ്റെ വഴി ഞാൻ അപ്പോൾ വയലൻസിൻ്റെ വഴി പോണ ആളാണ്. അപ്പൊ എല്ലാത്തിനും തെളിവ് പുള്ളി തന്നെ തരുന്നുണ്ട്. എല്ലാത്തിനും തെളിവ് പുള്ളി തന്നെ, പുള്ളിയുടെ വായിന്ന് തന്നെ വീഴുന്നുണ്ട്. ഇന്നലെ ആ ഒരു കേസ് കൊടുത്തിട്ട് പുള്ളി ഇറങ്ങിയിട്ടാണെങ്കിലും പറഞ്ഞത്, എലിസബത്ത് പറയുന്ന കണക്ക് ഇടിക്കും പിടിക്കും അങ്ങനെയൊക്കെ പറയുന്ന ഒരുത്തൻ, അവൻ അതൊക്കെ പറഞ്ഞിട്ട് പോലും ചാനൽസ് ഫ്രണ്ടിൽ നിൽക്കുക മൈക്കും കൊണ്ട്. ഒരു ചോദ്യം തിരിച്ച്, ഇവിടുത്തെ നിയമം കയ്യിലെടുക്കാൻ താൻ ആരാടോ എന്നുള്ളൊരു ചോദ്യം അതുപോലും ഇല്ല. അവൻ എന്തും പറയാം. ഇത്ര നേരമായി ഒരാള് പോലും അതിനെ ചൂണ്ടിക്കാണിച്ച് അവൻ ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരാളെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതുപോലൊരു വീഡിയോയിൽ പോലും ഞാൻ കണ്ടില്ല. അവൻ എന്തും പറയാം. ബാക്കി എല്ലാരും ഇവന്റെ വേലക്കാരാണോ സത്യം പറഞ്ഞ നമ്മളൊക്കെ? ബാക്കി ഇന്ന്
അമൃത ഹോസ്പിറ്റലിൽ ഇയാൾ അഡ്മിറ്റായ ദിവസം ഞാൻ ന്യൂസ് ഫസ്റ്റ് എന്നെ അടിച്ചിട്ട് ജനുവരി 21 ഞാൻ അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതാണ്. ഓൾറെഡി പാലാരിവട്ടം സ്റ്റേഷനിൽ ഫസ്റ്റ് വിളിച്ചു പറയുന്നുണ്ട്. കാരണം ആ സമയത്തുള്ള സ്ട്രഗിളിൽ വിളിച്ചു പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കേസ് കൊടുക്കണില്ല. കാരണം അപ്പളിക്കും എൻ്റെ ചേട്ടനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ വീടിൻ്റെ താക്കോല് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ പോകുന്നുണ്ട്. അവരപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നം നിങ്ങളായിട്ട് തന്നെ തീർക്കണം എന്ന് പറയുന്നുണ്ട്. കേട്ടല്ലോ നിങ്ങള്. പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെയാ. അതായത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം നിങ്ങൾ തന്നെ തീർത്തോളുക. ചിലപ്പോൾ എലിസബത്ത് അതുകൊണ്ടായിരിക്കും ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേസ്. ഞാൻ പോലും ചോദിച്ചാണ് എലിസബത്ത് കേസുമായിട്ട് പോകും. അതായത് വീഡിയോ വഴി നമ്മൾ ചോദിക്കുന്നുണ്ട് എലിസബത്ത് കേസായിട്ട് പോട്ടെ. പക്ഷെ അവർ പോകത്തിന്റെ കാരണം ചിലപ്പോൾ ഇതായിരിക്കുമെന്നേ. അവർ പോയിട്ടും കാര്യമില്ല. അവരെ പറഞ്ഞ് വീട്ടിൽ വിടും. മോളെ നീ വീട്ടിൽ പൊക്കോ. എന്തുകൊണ്ടാണ്, എന്തിനാണ് പിന്നെ അങ്ങനെ പോലീസുകാരെന്തിനാ ഇങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിൽ എന്തിനാ നിയമപാലകര്? കുടുംബ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി തീർത്തു, അത് ഇവിടെ ഒന്നും തീർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വിടാനാണെങ്കിൽ എന്തിന് പോലീസുകാര്? എല്ലാം പൂട്ടിയിട്, വേണ്ട, നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല. ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് അവർ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ ആ കേസ് എടുക്കുന്നതിന് പകരം അത് കോംപ്രമൈസ് ആക്കണം, നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ വീട്ടിൽ പോയി തീർക്ക് എന്നും പറഞ്ഞ് വിടാനാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ എന്തിന് പൂട്ടിയിട്ട് പോ, താഴിട്ട് പൂട്ട്, വീട്ടിൽ പോയിരു ചേട്ടന്മാർ, എന്നിട്ട് വീട്ടിലോട്ട് അയച്ചു തരുമായിരിക്കുമല്ലോ മാസം മാസം കാശ്, അത് മേടിച്ച് അവിടെ ഇരിക്കുക. അല്ല, ഞാൻ ചോദിച്ചതിനകത്ത് തെറ്റുണ്ടോ? നിങ്ങൾ പറ. ഇങ്ങനെയാണോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയേണ്ടത്? അവരുടെ കയ്യിലെ തെളിവുകൾ നിങ്ങൾ കണ്ടോ? രാത്രി 1:30 വരെ. അത് ചെറിയ സാധനം, ഇനിയൊക്കെ വലുതൊക്കെ കാണുമായിരിക്കും. അവന്റെ വായിൽ നിന്ന് തന്നെ വീരുന്നുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, നീ നിന്റെ വീട്ടിൽ പോ, 8 വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന് ഈ വർത്താനം പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുത്തനെ സപ്പോർട്ട് ചെയ്യണോ? നിങ്ങൾ പറ, ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഒരുത്തനെ സപ്പോർട്ട് ചെയ്യണോ? അത് ഫാലായുടെ വോയിസ് തന്നെ ആണല്ലോ, നീ ആരും ഉണ്ടാക്കിയാണെന്നൊന്നും ഇവിടെ ആരും പറയരുത്. അത് കേട്ടിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അത് പറ. സ്വന്തം ഭാര്യ കൂടെ ഉണ്ടായിരുന്നവളുടെ റൂമിലേക്ക് ഒരുത്തരെ കൊണ്ട് കയറി ചെന്നിട്ട് അവളോട് പറയാ നീ ഇറങ്ങിപ്പോ, നീ ഇവിടുന്ന് പോ, നീ വെളിയിൽ പോയിരിക്കെ, അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പൊക്കോ എന്ന് പറയുന്നവനെ സപ്പോർട്ട് ചെയ്യണോ? ബാക്കി അത് കഴിഞ്ഞ് ഞാൻ മാർച്ച് 8 തന്നെയാന്ന് തോന്നുന്നു പുള്ളി അഡ്മിറ്റ് ആവണത്. മറ്റേ സൂരജ് പാലാക്കാരൻ്റെ ന്യൂസ് കണ്ടിട്ടാണ്, ക്രിട്ടിക്കലാന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടിട്ടാണ്. ഞാൻ ഇന്നാരും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് കാണാൻ പോണു. കാണുമ്പോൾ ഇയാൾ വലിയ എല്ലാ മീഡിയക്കാരോടും പറയണം ഞാൻ കള്ളുപിടിച്ചിട്ടല്ല എന്നെല്ലാവരോടും പറയണം. അയാൾ അവിടെ ഇരുന്നിട്ട് കള്ളുപിടിച്ചിട്ടാന്നൊക്കെ പറയുന്നുണ്ട്, നീ പോയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. 2 മിനിറ്റ് സംസാരിച്ചു, ഇന്നെ അവിടെ നിന്ന് പുറത്താക്കി. പിന്നെ എന്നെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല. പുള്ളിയുടെ ബ്രദർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നുള്ളിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് ആദ്യം ലിവറിന് ഇൻഫെക്ഷൻ ആണോ, സർജറിയുടെ ആവശ്യമില്ലാന്നോ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, എനിക്ക് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്ന്. പല ആൾക്കാരിനെയും കാണാൻ കയറ്റുന്നുണ്ട്, ഇന്നെ മാത്രം കാണാൻ കയറ്റുന്നില്ല. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇന്നലെ മാധ്യമങ്ങളുടെ ഫ്രണ്ടില് ഭാര്യയും ഭർത്താവും കൂടെ വന്നപ്പം ആ ഭാര്യ നിന്ന് കരയുവാണോ ചിരിക്കുവാണോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു ആദ്യമേ. കാരണം ആരോ പറഞ്ഞിട്ട് എന്തായാലും കാണിക്കുന്ന പരിപാടി അതൊക്കെ. മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ മോളെ നീ അങ്ങോട്ട് കരയണം, നീ അങ്ങോട്ട് വിങ്ങിപ്പൊട്ടി കരയുമ്പം നാട്ടുകാർക്ക് എല്ലാം മറ്റേ സങ്കടം വരും, നിന്നെ എടുത്തേക്ക് പൊക്കി തലേ വെക്കും എന്നുള്ളതൊക്കെ ആ പുറകിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് എല്ലാം ഓതുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അതാണോ വേറെ എന്തെങ്കിലും ആണോ നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും അതൊരു റിയൽ ആയിട്ടുള്ളൊരു കരച്ചിലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ, സീരിയസ്ലി. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? എന്തൊക്കെയോ നമ്മുടെ മുന്നിൽ മറ്റേ കണ്ണി പൊടിയിടണം. പോലീസ് എലിസബത്ത് പ്ലീസ്, നിങ്ങൾ ഡയറക്റ്റ് പറ്റുമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയോ ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾ കാണണം. ഇതിനകത്തൊരു തീർപ്പുണ്ടാക്കണം ഈ ഒരു വിഷയത്തിൽ. ഒരു സ്ത്രീയെ ഇങ്ങനെ ഒരുത്തനിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് അവനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കേസും, എല്ലാവരും അവരുടെ ഫാമിലി തകർക്കാൻ ശ്രമിച്ചു. നീ അപ്പൊ തകർക്കുന്നതിനൊന്നും കുഴപ്പമില്ലല്ലേ? എത്ര തവണ നീ വന്ന് മാധ്യമങ്ങളുടെ ഫ്രണ്ടിലും അല്ലാതെയൊക്കെ പറയുന്നുണ്ട് ആ സ്ത്രീക്ക് മെന്റലി പ്രശ്നമുണ്ട്. എന്ത് കണ്ടിട്ടാ നീ മെന്റലി പ്രശ്നമുണ്ടെന്ന് പറയുന്നത്? ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കണം. അതിന് ആരും ഇല്ല, എല്ലാവരും ഇവന്റെ കാശിന് മുമ്പ് വീണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. പിന്നെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.